ശ്രീ സി ആർ നീലകണ്ഠൻ ഇവിടെ എന്താണ് വി എസ് സർക്കാരിൻ്റെ കാലത്തെ കരാർ പ്രകാരം നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കണോ ഇങ്ങോട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ ഈ ഭൂമി എന്ത് ചെയ്യാം എന്നതിനൊക്കെ അപ്പുറം മറ്റൊരു പ്രശ്നമുള്ളൂ. സി ആർ, ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മൾ സജീവ ചർച്ചയാക്കിയ വിഷയമാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ, സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ, വി എസിൻ്റെ സമരോദയമൊക്കെ കണ്ട ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. സ്മാർട്ട് സിറ്റി കേരളത്തിലെ യുവാക്കളുടെ ജോലിയുടെ മഹാസ്വപ്നമാണ്, ഒരു മഹാഹാവനാണ് എന്ന രീതിയിൽ ഒരുപാട് പ്രചരിപ്പിയുടെ പ്രതീക്ഷ നൽകി. അതിനുശേഷം ഈ ടീകോം പിന്മാറിപ്പോകുന്ന കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ച നടന്ന കാര്യമൊക്കെ കേരളം അറിയണ്ടേ സി ആർ? അത് നിയമസഭ അറിയണ്ടേ? അതായത് ഇവിടെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീയതി 4/12/2024 ഹെലി ടൂറിസം നയം അംഗീകരിച്ചു 1, ആരോഗ്യവകുപ്പിൽ 44 തസ്തികൾ 2, LP സ്കൂൾ അസിസ്റ്റന്റ് തസ്തിക 3, കാലാവധി ദീർഘിപ്പിച്ചു 4, സ്ഥിരപ്പെടുത്തും സംസ്ഥാന ദാരിദ്ര്യ ലഘൂകരണ വിഭാഗങ്ങൾ ഒരു തീരുമാനം. 5ാം തീരുമാനമായി ഏറ്റവും ഒടുവിൽ തൊട്ട് മുമ്പിൽ സ്മാർട്ട് സിറ്റി ശുപാർശ അംഗീകരിച്ചു എന്ന് നൈസായി പറയണം. എന്ന് പറഞ്ഞാൽ ടീകോവുമായി ചർച്ചകൾ നടത്തി പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപകൽപ്പന ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദുർഗ്രാഹ്യമായ ഭാഷയിൽ ഒളിച്ചു കടത്താൻ നോക്കുന്നത് എന്തിനാണ് സി ആർ? ഹഷ്മി, ഈ സ്മാർട്ട് സിറ്റിയുടെ ആദ്യകാലം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉന്നയിച്ച ഒരാളാണ് ഞാൻ. അത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തും VS ഭരിച്ചിരുന്ന കാലത്തും. അതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം IT വികസനത്തിന് ഭൂമി കൊടുക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം ഞങ്ങളന്ന് ചോദിച്ചു. ഭൂമി കൊടുത്താൽ വികസനമുണ്ടാവുമോ? ആ ചോദ്യം ഇവിടെ എല്ലാവരും അത് അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്തും അതിനുശേഷം VS സർക്കാരിൻ്റെ കാലത്തും അതങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുകയും അതിനെ എതിർക്കുന്ന ആളുകളൊക്കെ സാമൂഹ്യ വിരുദ്ധരാണ്, ലോകവിരുദ്ധരാണെന്ന് പറയുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാറിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കരാർ VSൻ്റെ കാലത്തുണ്ടാക്കി. താരതമ്യേന മെച്ചപ്പെട്ട ഒരു കരാറാണത് എന്ന് ഞാൻ കരുതുന്നു. ഒരു താരതമ്യത്തിലാണ്. അപ്പോഴും നേരത്തെ കാശ്മീർ ചോദിച്ചതുപോലെ വലിയ തോതിലുള്ള പ്രതീക്ഷ അവിടെ ആളുകൾക്കുണ്ടായി. ഇൻഫോ പാർക്ക് ഒരു വശത്ത് വളർന്നു വരുന്നു. ആ ഇൻഫോ പാർക്ക് കൂടി കൊടുക്കാൻ ഒരു ഘട്ടത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു. അത് VSൻ്റെ കരാറിലാണ് അത് മാറ്റിയത്. ഏതായാലും ഇൻഫോ പാർക്കിൻ്റെ മാത്രമല്ല വിഷയം. പിന്നെ സ്മാർട്ട് സിറ്റിക്ക് കൂടുതൽ ഭൂമി എടുത്തു കൊടുക്കുന്നു. ഇതിൻ്റെ അക്കരെ പുഴയുടെ 2 വശത്തുമായി ഭൂമി എടുത്തു കൊടുക്കുന്നു. ഇത് രണ്ടും ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്കണമോ കഴിയുമോ എന്നുള്ള വലിയ തർക്കങ്ങൾ നമ്മൾ 2011 വരെയൊക്കെ കണ്ടു. ഏതായാലും 2011 അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2011 അത് നടപ്പായി. 2007 കരാർ ഒപ്പിട്ടെങ്കിലും 2016 അതിൻ്റെ ഒരു ഉദ്ഘാടനം, 1ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്നു എന്ന് പറഞ്ഞു. കുറച്ച് കെട്ടിടങ്ങളൊക്കെ, ഞാൻ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് അവിടെ ചില ബോർഡും കെട്ടിടങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ജോലിയൊന്നും കാര്യമായിട്ട് വന്നു എന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അന്ന് തന്നെ ഇത് തൊഴിൽ കിട്ടാനുള്ള ഒരു വലിയ പദ്ധതിയാണ് എന്നതിനെ അന്നും ഇന്നും എന്നും ഞാൻ ചോദ്യം ചെയ്യുന്നു. കാരണം ഇത്രയൊന്നും കൊടുക്കാതെ ഇതിനേക്കാൾ എത്രയോ തൊഴിലുകൾ ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പദ്ധതിയിലുണ്ട്. പിന്നെ എന്തിനാണ് സ്മാർട്ട് സിറ്റി എന്ന ചോദ്യം? അത് ആരെ സ്മാർട്ടാക്കാനാണെന്ന് ലേഖനം എഴുതിയ ആളാണ് ഞാൻ. ആരാവും സ്മാർട്ടാവുക എന്ന്. ഇപ്പോൾ കാശ്മീർ നമുക്ക് മനസ്സിലായി സ്മാർട്ടായത് ടീകോം തന്നെയാണ്. വലിയൊരു വഞ്ചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ ഒരു ബൈറ്റ് കാണിച്ചു. കുറേ കാലമായി ടീകോം ഒന്നും ചെയ്യുന്നില്ല. കുറേ കാലമായി ടീകോം ഒന്നും ചെയ്യില്ലെങ്കിൽ ഈ കരാറൊന്നെടുത്ത് മന്ത്രി വായിച്ചാൽ, അതായത് ലിസി ജേക്കബും ഒക്കെ ഒപ്പിട്ട ഒരു കരാറുണ്ട് നമ്മുടെ മുമ്പിൽ. ആ കരാർ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. ആ കരാർ ഒപ്പിട്ട് വായിച്ചാൽ അതിൽ 7.2 എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. 7.1 കേരള സർക്കാരിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അതിനുള്ള വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ എന്താണ്? ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, CZ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്, അങ്ങനെ വന്നാൽ 7.1 C അനുസരിച്ച് ഒരു പൈസ അങ്ങോട്ട് കൊടുക്കണം. നേരെ മറിച്ച് കേരള സർക്കാരിനല്ല ടീകോമാണ് പിന്മാറുന്നതെങ്കിൽ 7.2 ആണ് കരാറിൻ്റെ ബാധ്യത. എന്ന് പറഞ്ഞാൽ ടീകോം ജോലി ചെയ്യുന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞതെങ്കിൽ, മന്ത്രി അത് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ കരാറിൻ്റെ 7.2 എന്നുള്ള ക്ലോസ് ഉപയോഗിക്കുകയും ഇതുവരെ കേരള സർക്കാരിന് പറ്റിയ എല്ലാ നഷ്ടങ്ങളും ഈ ടീകോം കമ്പനി കൊടുക്കുകയും ഭൂമി ഏറ്റെടുത്തടക്കം സറണ്ടർ ചെയ്യുകയും അവരിവിടുന്ന് പാട്ടും പാടി വീട് വിട്ട് പോവുകയും ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ വായിച്ചത് മന്ത്രിസഭാ കുറിപ്പിൽ ഇവർ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. എന്ത് ചർച്ച ചെയ്യാനുള്ളതിൽ? എങ്ങനെയാണ് പിൻവാങ്ങൽ നയം ചർച്ച ചെയ്യുക? ഈ കരാർ വാലിഡാണോ? VS സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട 2007 മെയ് 13 ഒപ്പിട്ട ഈ കരാർ വാലിഡാണോ എന്നാണ് ആദ്യം പറയേണ്ടത്. മാത്രമല്ല കാശ്മീർ, ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച് വിവരാവകാശം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു സ്വകാര്യ കമ്പനിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ വിവരങ്ങൾ തരാൻ പറ്റില്ല എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ നമ്മളോട് പറഞ്ഞത്. അതിലെന്തർത്ഥമുള്ള നാട്ടുകാരുടെ ഭൂമി, നാട്ടുകാരുടെ പണം, നാട്ടുകാരുടെ കാര്യം. അപ്പോൾ ഇത് വിവരാവകാശ നിയമത്തിന് ഇത് കീഴിൽ വരില്ല എന്ന് വാദിച്ച അതേ ആളുകൾ തന്നെ ഇപ്പോൾ പറയുന്നു അത് സർക്കാർ അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് പണം കൊടുത്ത് ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ്.
അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ ഭൂമി 246 ഏക്കർ ഭൂമി അത്ര വേണമെന്നുള്ളത് വേറെ പ്രശ്നം. നമുക്ക് ഇൻഫോ പാർക്കിൻ്റെ ഭാഗമായി ചെയ്തിരുന്നുവെങ്കിൽ ഇന്നുള്ളതിൻ്റെ എത്രയോ ഇരട്ടി തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് നമ്മുടെ അനുഭവം. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന 200-ലധികം കമ്പനികൾ അതോ അതിൽ കൂടുതലോ ഇൻഫോ പാർക്കിൽ സ്ഥലത്തിന് വേണ്ടി ആവശ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. 200 കമ്പനികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എത്ര ആയിരക്കണക്കിന് ജോലി കിട്ടും? ഇതിവിടെ 90,000 ജോലി കൊടുക്കും. 88.8 ലക്ഷം ചതുരശ്ര മില്യൺ 8.8 മില്യൺ 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം പണിയും. ഇത് 10 കൊല്ലം കൊണ്ട് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ 2017 മുതൽ 10 കൊല്ലം കൊണ്ട് 2007 മുതൽ 2017 വരെയുള്ള 10 വർഷം കൊണ്ട് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്തോ എന്ന് എപ്പോഴെങ്കിലും കേരളത്തിലെ സർക്കാർ ചോദിച്ചോ? ഏതെങ്കിലും സർക്കാർ? ഓക്കെ, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തിൻ്റെ അവസാനമാണ് അതിൻ്റെ ഒരു ഘട്ട ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭരണം പോയി. അതിനുശേഷം കഴിഞ്ഞ 8.5 വർഷമായി ഈ സർക്കാർ ഇവരുടെ തന്നെ മുൻതുടർച്ചയായ VS സർക്കാർ ഒപ്പിട്ട കരാറിൽ ഈ ടീകോം പിൻവാങ്ങുന്നു എന്നോ ടീകോമിന് മുന്നോട്ട് പോകുന്നില്ല എന്നോ അതിൽ പറയുന്നൊരു വ്യവസ്ഥയുണ്ട് ഹഷ്മി. നോട്ടീസ് കൊടുത്ത് 6 മാസം സമയം കൊടുക്കണം അവർക്ക്. നിങ്ങൾ മര്യാദയ്ക്ക് പണി ചെയ്യുന്നില്ല, നിങ്ങൾ ഇത്രയും തൊഴിലുണ്ടാക്കിയില്ല, നിങ്ങൾ ഇത്ര കെട്ടിടം പണിതില്ല, 6 മാസം നോട്ടീസ് കൊടുത്തിട്ട് 6 മാസം കിട്ടിയില്ലെങ്കിൽ താങ്കൾ തൽക്കാലം സ്ഥലമിടുക, കാശ് ഞങ്ങൾ ചിലവാക്കിയ പൈസ ഇതാ എന്ന് പറയുന്നതിന് പകരം ഇവിടെ വീണ്ടും കേരളത്തെ വിൽക്കുകയാണ്. ഇതൊരു വലിയ വിൽപ്പനയാണ്. ഇതിൽ എത്ര കമ്മീഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരാറ് നിലനിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു മന്ത്രിസഭാ തീരുമാനം വരുന്നെങ്ങനെയാണ്? ഇത് ജനങ്ങളെ അറിയണ്ടേ? നേരത്തെ ചോദിച്ച പോലെ നിയമസഭ അറിയണ്ടേ? കേരളത്തിലെ ആളുകൾ അറിയണ്ടേ? ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും കൊടുത്തതൊന്നുമല്ലല്ലോ. ഈ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി ഒഴിപ്പിച്ച് കൊടുത്ത് ഉണ്ടാക്കിയ ഉറപ്പായും അത്രത്തോളം പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് അത്. ഈ പറയുന്ന രീതിയിൽ മന്ത്രിസഭാ കുറിപ്പിന്റെ ഇപ്പം മന്ത്രിസഭാ സമ്മേളനം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ചോദിക്കായിരുന്നു എന്താ CMA ഈ അവസ്ഥ എന്തുകൊണ്ടാണെന്ന് ചോദിക്കാമായിരുന്നു. അതെന്തായാലും ഇല്ല. അതിൻ്റെ 6-ാമതോ 7-ാമതോ അവസാന പാരഗ്രാഫിൽ മാത്രം കേരളം അറിയേണ്ട ഒന്നല്ല എന്നതായി തർക്കപ്പെടും. ഞാൻ